വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഈ ജന്മം കടന്നു പോകുന്ന കർമ്മ ഏതാണ് എന്നുള്ളതാണ്. ഈ വ്യക്തിയുമായിട്ട് എന്ത് തരത്തിലുള്ള കർമ്മയാണ്, ഈ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും കർമ്മയുണ്ടോ, അങ്ങനെയുള്ളൊക്കെ റീഡിംഗ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേത് പൈലാണോ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ചൂസ് ചെയ്യാൻ തോന്നുന്നത് അത് ചൂസ് ചെയ്യുക. റീഡിങ്ങിലോട്ട് പോകാം. ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തവൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ടെമ്പറൻസ്, ലവേഴ്സ്, Queen of Knight of Cups, Strength, ഇനി താഴെ പോയ കാർഡാണ് Ace of Pentacles, Moon, Star, Nine of Pentacles, High Priestess, Page of Cups, Devil, Three of Wands, Two of Cups, Six of Cups, Queen of Wands, Ace of Swords, Queen of Swords, Seven of Cups, Knight of Swords, bottom of the deck Page of Wands ആണ് വന്നിട്ടുള്ളത്. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവൻ്റെ റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ആദ്യം എന്താണെന്ന് പറയാം, എന്ത് തരം കണക്ഷനാണെന്നുള്ളത്. ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷനായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആത്മീയ ബന്ധമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇത് കാർമിക്കാണ്, പക്ഷേ കർമ്മ ഉള്ള ബന്ധമാണ്. പക്ഷേ ഇത് കാർമിക് കണക്ഷൻ അല്ല. ട്വിൻ ഫ്ലെയിം ആണെങ്കിലും സോൾമേറ്റ് ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കർമ്മയുണ്ട്. ആ കർമ്മ വന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നാണ് കർമ്മ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിലും കണക്റ്റഡ് ആയിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ആ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ജന്മം പുനർജന്മം ആയിട്ട് വന്നിരിക്കുന്നത്. അത് സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിലും ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിലും ഇവിടെ കർമ്മ വന്നിരിക്കുന്നത് കാർമിക് കണക്ഷൻ ആയതുകൊണ്ടല്ല. കാർമിക് കണക്ഷൻ അല്ല ഇത് കർമ്മ വന്നിട്ടുണ്ട്. പക്ഷെ കർമ്മ വന്നത് പാസ്റ്റ് ലൈഫിൽ നിന്ന് ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കർമ്മയായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ ഹൈലി കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ട്വിൻ ഫ്ലെയിം ആണെങ്കിലും സോൾമേറ്റ് ആണെങ്കിലും ഹൈലി കണക്റ്റഡ് ആണ്. പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ മുൻജന്മത്തിലെ ബന്ധമുണ്ട്. അതായത് സ്പിരിച്വലി കണക്റ്റഡ് ആണെങ്കിലും ഇതിന് മുന്നേ തന്നെ ഫിസിക്കലി തന്നെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ കണക്റ്റഡ് ആയി നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഹൈലി ഫിസിക്കൽ കണക്ഷനും കാണാൻ പറ്റുന്നുണ്ട്. മേ ബി പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം. അങ്ങനെയുള്ളൊരു എനർജിയാണ് വന്നിരിക്കുന്നത്. മറ്റൊരു രീതിയിൽ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ബന്ധമല്ല. നിങ്ങൾ തമ്മിൽ അത്രയും കണക്റ്റഡ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള കർമ്മ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്ന് ക്യാരി ചെയ്ത് കൊണ്ടുവന്ന കർമ്മയായിട്ടാണ് കാണിക്കുന്നത്. 2 പേർക്കും ഒരേ കർമ്മയാണ് വന്നിരിക്കുന്നത്. അതായത് 2 പേരും ഒരേ രീതിയിലുള്ള കർമ്മയാണ് ഹീൽ ചെയ്യേണ്ടത്. അതിനാണ് ഈ ജന്മം 2 പേരും പിന്നെയും ജന്മം എടുത്ത് പിന്നെയും കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരേ രീതിയിലുള്ള കർമ്മ ആയതുകൊണ്ടാണ്. ഒരാൾക്ക് വേറെ കർമ്മ, മറ്റേയാൾക്ക് വേറെ കർമ്മ, അങ്ങനെയല്ല. രണ്ടാളും ഹീൽ ചെയ്യേണ്ടത് ഒരേ തരത്തിലുള്ളതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 പേർക്കും ഈ ഒരു കർമ്മ എന്ന് പറയുന്നത്
മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതായത് ഹയർ ഡയമെൻഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ കർമ്മ തടസ്സമായിട്ട് വന്നിട്ടുണ്ട്. ഈ കർമ്മ ഹീലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ ഡയമെൻഷൻസിലോട്ടുള്ള കണക്ഷൻ പോസിബിൾ ആവുന്നുള്ളൂ. ഈ പൈൽ ചൂസ് ചെയ്തവർ എല്ലാവരും ഒരു ലവ് റിലേഷനിൽ തന്നെ ഉള്ളവരായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഫ്രണ്ട്സിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയോ കാണുന്നവരായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അവനവൻ പ്രണയിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു പൈൽ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ കംപ്ലീറ്റ് അങ്ങനെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവാനുള്ള കാരണം നിങ്ങളുടെ സോളിന് ഈ കർമ്മയാണ് തടസ്സമായിട്ടുള്ളത്. അതായത് നിങ്ങളുടെ സോൾ ഗ്രോത്തിന്, നിങ്ങളുടെ സോളിന് ഹയർ ഡയമെൻഷൻസിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്തോട്ട് തടസ്സമായി വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫിലെ കർമ്മയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയി നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും വേർപിരിഞ്ഞ് നിൽക്കേണ്ട അല്ലെങ്കിൽ ഒറ്റക്ക് നിന്ന് ചെയ്യേണ്ട എന്തോ ഒരു കാര്യം ഈ സമയത്ത് നടക്കാനുണ്ട്. അത് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആകണം എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. രണ്ടാളും സെപ്പറേറ്റായി നിന്ന് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള ഒരു ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് മെറ്റീരിയലിസ്റ്റിക്കലി രണ്ട് പേർക്കും എന്തൊക്കെയോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി വരുത്താനുണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം വരുത്താനുണ്ട്. അതിന് വേണ്ടിയാണ് ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഈ സമയം രണ്ടുപേരും ഒറ്റയ്ക്കിരുന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലോട്ടേക്ക് വരുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് രണ്ടു പേർക്കും ഈ ഒരു ഗ്യാപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സമയത്ത് ആ വ്യക്തിൻ്റെ പിന്നാലെ പോയത് കൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ സോള് അവിടെ ഗ്രോ ചെയ്യാതെ ഈ ഒരു ഡയമെൻഷനിൽ തന്നെ സ്റ്റക്കായി പോകും. ഈ 3D ഡയമെൻഷനിൽ നിന്ന് ഒരു തരത്തിലും പുറത്തോട്ട് വരാൻ പറ്റില്ല. എപ്പോഴാണോ ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്, ആ സമയത്ത് നിങ്ങളുടെ സോൾ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് നോർത്ത് നോഡിലേക്ക് കടക്കാനും പറ്റും. ഈ നോർത്ത് നോഡിലോട്ടേക്ക് കടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേർപ്പസും അവിടെയാണുള്ളത്, മാത്രമല്ല നിങ്ങളുടെ സോൾ ഗ്രോത്തും അവിടെയാണുള്ളത്. ആ ഒരു ഗ്രോത്ത് വരാനുള്ള ഒരൊറ്റ തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പാസ്റ്റ് ലൈഫിലെ കർമ്മയായിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് രണ്ട് പേർക്കും നിങ്ങൾ ഒരേ സോൾ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ സോൾ കോൺട്രാക്റ്റ് പ്രകാരം വന്നതായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ ഡയമെൻഷൻസിലോട്ടേക്കുള്ള എൻട്രി ഉള്ളൂ. അതിവിടെ സോളിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. രണ്ടുപേരും ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റഡ് ആയിട്ടാണുള്ളത്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് വേർപിരിഞ്ഞിട്ടാണുള്ളത്, പക്ഷേ ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റഡ് ആയതുകൊണ്ട് അവരിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും അവരിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾ തമ്മിൽ ഹൈലി ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്സഷൻ ഉണ്ട്, പിന്നെ കുറച്ച് അഡിക്ഷൻ ഉണ്ട്. അത് എല്ലാം കൂടി വന്നതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് അത്രയും ഇൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് സോൾ കണക്ഷനും ഉണ്ട്. ഈ ഒരു രണ്ട് അപ്പർ ചക്രാസും ലോവർ ചക്രാസും ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നോർമലി കാർമിക് റിലേഷനിലാണ് അപ്പർ ചക്രാസ് കണക്റ്റഡ് ആവാതെ ലോവർ ചക്രാസ് മാത്രം കണക്റ്റഡ് ആയി നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അപ്പർ ചക്രാസും കണക്റ്റഡ് ആണ്, ലോവർ ചക്രാസും കണക്റ്റഡ് ആണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, അതേസമയം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. രണ്ടും ബാലൻസ് ചെയ്യണം. അവിടെയാണ് ടെമ്പറൻസ് കാണിക്കുന്നത്. രണ്ടിൻ്റെയും ആ ബാലൻസിങ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ് നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർ, നിങ്ങളുടെ ആത്മപാതി ഈ ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തുള്ള അപ്പർ ചക്രാസും ലോവർ ചക്രാസും തമ്മിൽ ഇത്രയും കണക്റ്റഡ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ഫേസ് ചെയ്താലും അതൊക്കെ ഈ കർമ്മ തീരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം നിങ്ങളുടെ സോൾ ഗ്രോത്ത് ആണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം എല്ലാം ലോസ് ആവുന്നത്, പക്ഷെ അവിടെ ലോസ് അല്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, നിങ്ങൾ അവിടെ ഗ്രോ ചെയ്യാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് വെച്ചാൽ എപ്പോഴാണോ നിങ്ങളുടെ ഈ കർമ്മ കഴിയുന്നത് അന്ന് നിങ്ങൾക്ക് എല്ലാത്തിനുള്ളൊരു ക്ലാരിറ്റി മനസ്സിലാകും. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയായിരുന്നു നടന്നതെന്നുള്ളൊക്കെയുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്താണ് നിങ്ങൾക്ക് എല്ലാം കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ആരാണോ ഫെമിനൈൻ എനർജിയിലുള്ള ആ ആള് ഒരു ഓൺട്രപ്രണർ ആവാനുള്ള ചാൻസാണ് കാണിക്കുന്നത്. ഈ സമയം നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ നടക്കും. അതായത് അത്രയും ഒരു ക്രിയേറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിൽ വരുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഒരു ഓൺട്രപ്രണർ ആവാനുള്ള എല്ലാ ചാൻസും ഇവിടെ കാണുന്നുണ്ട്. ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ
അതിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും നിങ്ങളിലുണ്ട്. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിലും അതിലോട്ട് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങളിലേക്ക് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് മടിച്ചു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ ഒരൊറ്റ സ്റ്റെപ്പ് വെക്കേണ്ട ഒരു പണിയേ ഇവിടെയുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും. കാരണം നിങ്ങളുടെ ഫെമിനൈൻ എനർജി അത്രയും അട്രാക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എന്തിലോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അത് നടക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ മാസ്കുലൈൻ എനർജിയിലുള്ളവരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എനർജി ബാലൻസിങ് വരാനുണ്ട്. ആ സമയത്ത് എനർജി ബാലൻസിങ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് പുതിയ വഴികൾ ഓപ്പൺ ആയിട്ട് വരും. അതിൽ സ്റ്റെബിലിറ്റി വരാൻ വേണ്ടി, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്താൻ വേണ്ടിയും പുതിയ വഴികൾ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷേ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലോട്ടേക്കുള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതേസമയം ഫെമിനൈൻ നോക്കുമ്പോൾ അവർ ഒരു ഓൺട്രപ്രനർ എന്നുള്ള രീതിയിലേക്കാണ് അവർ വരുന്നത്. പിന്നെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് മറ്റൊരു ലേഡീൻ്റെ ഓവർ ആയിട്ടുള്ള ഒരു കൺട്രോളിങ് നിങ്ങൾ രണ്ട് പേരുടെയും ആരുടെയോ മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിൻ്റെ കൺട്രോളിങ്ങിലായിരുന്നു ആരോ ഒരാൾ. ഒന്നുകിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. അവരുടെ കൺട്രോളിങ്ങിലായതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ ഫുൾ ആ ഒരു ലേഡീൻ്റെ കൺട്രോളിങ്, മേ ബി അത് അമ്മയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കുറച്ച് പ്രായമുള്ള ലേഡിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ലേഡി ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് വന്ന കർമ്മയാണ്. അതായത് മറ്റൊരു വ്യക്തിൻ്റെ കൺട്രോളിങ്ങിലായിട്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അവിടെ സെൽഫിന് ഒരു പ്രയോറിറ്റിയും കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ജന്മം സെൽഫ് പ്രയോറിറ്റി കൂടുതലായിട്ട് വരുന്നത്. ആ ജന്മം മറ്റൊരാളുടെ കീഴിലായിരുന്നോ മറ്റൊരാളുടെ കൺട്രോളിങ്ങിലായിരുന്നോ അവരെന്താണോ പറയുന്നത് അതായിരുന്നു നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ അവരുടെ ജീവിതം. അപ്പം നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാൾക്ക്, അത് നിങ്ങൾക്ക് രണ്ടുപേരിൽ ഒരാൾക്ക് വരുന്ന കർമ്മ രണ്ടുപേരും എന്തുകൊണ്ടാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് സോൾമേറ്റ് കണക്ഷനിലുള്ളവരാണെങ്കിൽ അത് സോൾ കോൺട്രാക്റ്റ് പ്രകാരം വന്നതാണ്. അതായത് നിങ്ങളും അതിന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് പ്രകാരം വന്നതാണ്. അതല്ല ഇത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവരാണെങ്കിൽ രണ്ടുപേരും ഒരേ രീതിയിൽ അത് അനുഭവിച്ചേ പറ്റൂ. കാരണം രണ്ടുപേരും ഒരേ സോളാണ്. അപ്പോൾ ഒരാൾ എന്ത് കർമ്മയാണോ ഫേസ് ചെയ്യുന്നത് അത് മറ്റേ ആൾക്കും അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. അത് എല്ലാ കർമ്മയും അങ്ങനെ വരണമെന്നില്ല, പക്ഷേ ഈ ഒരു കർമ്മ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. മുൻജന്മത്തിൽ ആരോ ഒരാൾ യാതൊരു തരത്തിലുള്ള സെൽഫ് പ്രയോറിറ്റിയും കൊടുത്തില്ല, സെൽഫ് വാല്യൂ കൊടുത്തില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ വേർപിരിയൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ വേർപിരിയലിന് ഇടയിൽ രണ്ടു പേർക്കും സെൽഫ് വാല്യൂ വരാനുണ്ട്, സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കാനുണ്ട്. സെൽഫ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ഫ്രീഡം വേണം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഫ്രീഡം എന്ന് പറയുന്നത്, മെറ്റീരിയൽ അതായത് ഈ ഭൂമിയിലെ ഫ്രീഡം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം വരുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തം കാര്യം നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ ഫിനാൻഷ്യലി രണ്ടുപേരും സ്റ്റേബിലിറ്റിയിലേക്ക് വരണം എന്നുള്ളത് വന്നിട്ടുള്ളത്. അത് ഒറ്റയ്ക്ക് നിന്ന് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വേർപിരിയൽ ഇവിടെ വന്നിട്ടുള്ളത്. ഈ സമയത്ത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അവരുടെ പിന്നാലെ ചേസ് ചെയ്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾ ലോസ് സംഭവിക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാറ്റിലും ലോസ് മാത്രമേ സംഭവിക്കുക. നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സോളാണ് അവിടെ ഗ്രോ ചെയ്യുന്നത്, നിങ്ങളുടെ കർമ്മയാണ് അവിടെ തീരുന്നത്, നിങ്ങളുടെ ബ്ലോക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഈ ബ്രേക്കിങ്ങിലൂടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ അതിൽ റീയൂണിയൻ ഉണ്ടാവും. അതല്ല സോൾമേറ്റ്സ് ആണെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു കണക്ഷനിലോട്ടേക്ക് നല്ല രീതിയിലോട്ടേക്ക് വരികയും ചെയ്യും. നിങ്ങൾക്ക് അവിടെ സ്പിരിച്വലി ഭയങ്കരമായിട്ടുള്ള ഗ്രോത്തും ഉണ്ടാവും. എല്ലാറ്റിലാണെങ്കിലും സ്പിരിച്വൽ ഗ്രോത്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു വേർബിനിയൽ സമയം നിങ്ങൾക്ക് വരുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്തും അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്തുമാണ്. അങ്ങനെ രണ്ട് തലങ്ങളാണ് വരുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് വരുന്നത് ഈ വ്യക്തിയുമായിട്ട് റീയൂണിയൻ ആയ ശേഷമാണ് സ്പിരിച്വൽ ആയ ഗ്രോത്ത് വരുന്നത്. അതിന് മുന്നേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് വരുന്നത് ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെയാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ഈ ജന്മം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള കർമ്മ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ കർമ്മയാണ്. പാസ്റ്റ് ലൈഫിൽ ആരോ ഒരാൾ സെൽഫ് പ്രയോറിറ്റി ഒന്നും കൊടുക്കാതെ മറ്റൊരാളുടെ കൺട്രോളിങ്ങിലായിരുന്നു.
പിന്നെ ഈ ബന്ധത്തിനും ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബന്ധത്തിൻ്റെ വാല്യൂ അറിയാനും സെൽഫിൻ്റെ വാല്യൂ അറിയാനും വേണ്ടിയാണ് ഈ വേർപിരിയൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പലരും വേർപിരിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതല്ലെങ്കിൽ വേർപിരിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കെയറിങ്ങോ ഒരു സ്നേഹമോ ഒന്നും ഈ വ്യക്തിയിൽ നിന്ന് മ്യൂച്വലായിട്ട് കിട്ടുന്നുണ്ടാവില്ല. മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് അവിടെ ഇല്ല. അങ്ങനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ രണ്ടുപേരും ഇവിടെ ഇമ്മച്വറായിട്ടാണ് പെരുമാറുന്നതെന്നുള്ള ഒരു ഇതും കൂടി കിട്ടുന്നുണ്ട്. അതും മാറി മെച്യൂർഡ് ആവാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫയൽ നമ്പർ 2ൻ്റെ റീഡിങ്ങിലോട്ട് പോകാം. Moon, Five of Cups, Three of Wands, Ten of Cups, Page of Wands, Ace of Swords, Six of Pentacles, Nine of Cups, Tower, Magician, Queen of Pentacles, High Priestess, Strength, Page of Swords, Chariot, Ten of Wands, Hermit, Page of Cups, Three of Pentacles, Three of Cups, Knight of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് 8 of Cups ആണ് വന്നിട്ടുള്ളത്. പൈൽ നമ്പർ 2ൻ്റെ റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങൾ തമ്മിലുള്ള കർമ്മ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇത് ഒരു കാർമിക് റിലേഷനായിട്ടാണ് കാണുന്നത്. കംപ്ലീറ്റ് കാർമിക് അല്ല, ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയോ വന്ന ഒരു ലൈഫ് ഇല്ലാത്തൊരു റിലേഷനായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് എനർജീസ് കാണാനുണ്ട്. മാത്രമല്ല ഈ ബന്ധം നിങ്ങൾ രണ്ട് പേരിൽ ആരുടെയോ ഒരാളുടെ ഒരു മാനിഫെസ്റ്റേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. മേ ബി ക്രഷ് ഉണ്ടായിട്ട് അങ്ങനെ നിങ്ങളുടെ ചിന്തകൾ മാനിഫെസ്റ്റായിട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ മാനിഫെസ്റ്റായിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ട്, എന്ത് നടക്കണം എന്നുള്ളത്. ഇത് വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്പിരിച്വലി അവേക്കണിങ് ആക്കാനാണ്. അതായത് സ്പിരിച്വാലിറ്റീൻ്റെ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റേജിലോട്ടേക്ക് കടത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു റിലേഷൻ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ പ്രോഗ്രസ്സൊക്കെ വന്ന് കഴിയുമ്പോൾ ഈ റിലേഷൻ ഒരു ബേർഡനായിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇത് വേണ്ടായിരുന്നു എന്നുള്ളത്. ഈ റിലേഷനിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കിതൊരു ബേർഡനായിട്ട് തോന്നും. കാരണം ഈ വ്യക്തി എപ്പോഴും ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ വ്യക്തിക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല, എപ്പോഴും മറ്റൊന്നിൻ്റെ പുറകെ പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അതായത് ഉള്ള കാര്യത്തിനൊരു വാല്യൂ ഇല്ല, അവരുടെ ലൈഫിൽ എന്താണോ ഉള്ളത് ആ കാര്യത്തിനൊരു വാല്യൂ ഇല്ലാതെ പുറമേ എന്തൊക്കെയോ തേടിപ്പോക്ക്. അപ്പം അത് നിങ്ങൾക്കും ആ ഒരു വാല്യൂ ഇവർ തരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക, നിങ്ങളെ സ്പിരിച്വലി അവേക്കണിങ് ആക്കാനും നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്താനും വേണ്ടി മാത്രമാണ് ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വന്നത്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് മൈൻഡ് പവർ വരുന്നത്, അല്ലെങ്കിൽ മനോബലം വരുന്നത്.
നിങ്ങൾക്ക് എന്തൊക്കെയോ ഈ റിലേഷൻ നിങ്ങളിലേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ മുന്നേ ഒക്കെ ഒരു ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത, ഒന്നിനും ഉറച്ച തീരുമാനമില്ലാത്ത, എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ തന്നെ അതുമായി മുന്നോട്ട് പോകാൻ ധൈര്യമില്ലാത്ത ഒരാളായിരിക്കാം. പക്ഷേ ഈ റിലേഷൻ നിങ്ങളിലേക്ക് വന്നപ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ട പ്രയോറിറ്റി നിങ്ങൾക്ക് തരാതിരുന്നപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ഗ്രോത്ത് വരുവാണ് ചെയ്തത്. കംപ്ലീറ്റ് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിലാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് നിങ്ങളെ കൊണ്ടുപോയതെന്ന് വെച്ചാൽ സ്പിരിച്വൽ അവേക്കണിങ്ങിലോട്ടേക്കാണ് കൊണ്ടുപോയത്. നിങ്ങൾക്ക് നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കി തന്ന ഒരു ബന്ധമാണിത്. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ഒരു ഉദ്ദേശം, ഈ ബന്ധത്തിൻ്റെ ഒരു കർമ്മ എന്ന് പറയുന്നത്, ഇതിന് ഉദ്ദേശത്തെക്കാൾ ഉപരി ഇതിൽ ഒരു കർമ്മയായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നല്ല കർമ്മയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മോശം കർമ്മയല്ല. അതായത് നിങ്ങളെ സ്പിരിച്വലി അവേക്കണിങ് ആക്കുക, നിങ്ങളെ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തിലോട്ടേക്ക് കൊണ്ടുവരിക, കംപ്ലീറ്റ് പേഴ്സണാലിറ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഈ ഒരു കർമ്മ വന്നിരിക്കുന്നത്. അത് മോശം കർമ്മയല്ല, നല്ല കർമ്മയാണ് ഈ വ്യക്തിയായിട്ടുള്ളത്. ഈ വ്യക്തിയായിട്ടുള്ള സോൾ കോൺട്രാക്റ്റ് പ്രകാരമാണ് ഇങ്ങനെയൊരു കർമ്മ ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ജന്മം എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ സോള് തമ്മിൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മാനിഫെസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ഈ ബന്ധം. ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ പോലും ഈ കണക്ഷനാണ് നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ നിങ്ങളുടെ സോള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഇവിടെ ക്ലാരിറ്റി ഇല്ല. കാരണം മൂണും 6 ഓഫ് പെൻറ്റക്കിൾസും കാണിക്കുന്നത് അതാണ്. എന്തോ ഒരു കൊടുക്കൽ വാങ്ങലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷേ അത് ഇവിടെ ഹൈഡായിട്ടാണുള്ളത്. അതെന്താണ് എന്നുള്ളത് ഹൈഡാണ്. അത് വെളിപ്പെട്ട് വരേണ്ട ഒരു സമയം ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ ഹൈഡിങ് എനർജി വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട്. അതും കൂടി ഇവിടെ മറ്റൊരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ പല രീതിയിലുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ സ്പിരിച്വലി അവേക്കണിങ്ങിലോട്ട് കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, പിന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട്. പിന്നെ ഈ ഒരു റിലേഷനിൽ ഒരിക്കലും നിങ്ങൾക്കൊരു തൃപ്തി ഉണ്ടാവില്ല, ഒരു പൂർണ്ണത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഈ വ്യക്തി എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, പക്ഷെ ആ ഒരു സ്നേഹത്തിലും നിങ്ങൾക്കൊരു ഫുൾഫില്ല് കിട്ടുന്നില്ല. നിങ്ങളുടെ ആഗ്രഹം പിന്നെയും വേറെ എന്തിലോട്ടേക്കോ ആയി മാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളിൽ തന്നെ നിങ്ങൾ ഫോക്കസായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അത് കണ്ടെത്തി തരാനാണ് ഈ റിലേഷൻ നിങ്ങളിലേക്ക് വന്നത്. അത് ഈ റിലേഷനിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. മറ്റൊന്നിലൂടെയും നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയോ കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡയമെൻഷനിലോട്ടേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു റിലേഷൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബേർഡനായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് എത്രത്തോളം ഉയർന്നു വരുന്നോ അതിനനുസരിച്ച് ഈ റിലേഷൻ നിങ്ങൾക്ക് ബേർഡനായിട്ട് തോന്നും. അതെന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ റോങ് ആയിട്ടുള്ള റിലേഷനാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ഒരു ബേർഡനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ആ സമയത്താണ് നിങ്ങൾക്ക് ഒരു ഇതല്ല എൻ്റേത്, എനിക്ക് വേറെ എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരുന്നത്. പിന്നെ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചെറിയ രീതിക്കുള്ള ഫ്ലേർട്ടിങ് എനർജി ഉണ്ട്. ഇമ്മച്വർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കാം ഈ വ്യക്തിക്ക്. പിന്നെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ മേലെ അധികാരം സ്ഥാപിക്കാൻ നോക്കുന്നുണ്ടാവാം. അവരുടേതാണ് എന്നുള്ള ഒരു അധികാരം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വിഷ് ഉണ്ടാവാം, പക്ഷെ ആ വിഷുമായിട്ടൊന്നും നിങ്ങളുടെ എനർജി അലൈൻ ആയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ആഗ്രഹ പൂർത്തീകരണം സംഭവിക്കാത്തത്. പക്ഷേ നിങ്ങളിൽ ആ ഒരു സ്പിരിച്വൽ എനർജി എത്രത്തോളം ഉയർന്നു വരുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റായി നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, അത് വന്നിരിക്കും. അതിൻ്റെ കാരണവും ഈ റിലേഷനാണ്. ഈ റിലേഷനിലൂടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന സ്പിരിച്വൽ അവേക്കണിംഗ് ആണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. ഇതിലൂടെയാണ് നിങ്ങളുടെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള സ്പിരിച്വൽ ഗ്രോത്ത് വരും. അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിലാവും ഇതല്ല എൻ്റെ റിലേഷൻ എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ആ ഒരാളെ കിട്ടുന്നത്.
പിന്നെ ഇവിടെ നിങ്ങളുടെ സ്പിരിച്വൽ പാർട്ട്ണർ അല്ല ഇതെങ്കിലും, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ആളല്ല ഇതെങ്കിലും, നിങ്ങൾ തമ്മിൽ ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റഡ് ആണ്. അതായത് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ എനർജി നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ എനർജി അവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എത്ര സ്പിരിച്വൽ കണക്ഷനോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് മേ ബി ഈ ഒരു റിലേഷൻ കൊണ്ട് നിങ്ങൾക്ക് സ്പിരിച്വലി അവേക്കണിങ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തേർഡ് ഐ ഓപ്പൺ ആവുമ്പോൾ സംഭവിക്കുന്ന ഒരിതായിരിക്കാം. അത് അവരിലും റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നതായിരിക്കാം. മേ ബി ഈ ഒരു ബന്ധം മാരേജിലോട്ടേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ മാരേജിലോട്ടേക്ക് എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടില്ല. കാരണം ഇതല്ല റൈറ്റ് ആയിട്ടുള്ള ആൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഫുൾഫിൽമെൻറ്റ് കാണുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു മിസ്സിങ് ഫീൽ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസും കാണുന്നുണ്ട്. കുടുംബം, കുട്ടികൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നു, ഫിനാൻഷ്യലി നല്ല ഗ്രോ ആവുന്നു, എന്തൊക്കെ സമൃദ്ധിയിലാണെങ്കിൽ പോലും ഒരു മിസ്സിങ് ഫീൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ ഫീല് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ പുറത്താണുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു മിസ്സിങ് ഫീൽ വരുന്നത്. എത്രത്തോളം ആൾക്കാർക്ക് ഇത് റീസണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റീസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയാം. ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.